ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ജാവ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് ആണ്. മൾട്ടി ത്രെഡിങ്. അപ്പോൾ ത്രെഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ത്രെഡ് എന്നൊക്കെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും എന്താണ് ത്രെഡ് എന്നുള്ളത്. അപ്പോൾ ആ കൺസെപ്റ്റ് ഒക്കെ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ജാവയിൽ നമുക്ക് ഒരു സിംഗിൾ ത്രെഡിന് പകരം മൾട്ടിപ്പിൾ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രോസസ്സ് എന്നാണ് പറയാം. അതായത് ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഈസ് നോൺ ആസ് പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അറ്റ് എ ടൈം ഒരുപാട് പ്രോസസ്സർ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നമുക്ക് ഒരു സിയിൽ CPP അല്ലെങ്കിൽ ജാവയിൽ പ്രോഗ്രാം എഴുതിയിട്ട് റൺ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രോസസ്സായി മാറി, ഒരു സിംഗിൾ പ്രോസസ് ആയിരിക്കും. അപ്പോൾ അതൊരു സിംഗിൾ പ്രോസസ്സിൻ്റെ ഒരു മെയിൻ ത്രെഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു ത്രെഡ് ഉണ്ടാവും, അതിന് മെയിൻ ത്രെഡ് എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ ഈ മെയിൻ ത്രെഡിന് പുറമെ രണ്ടോ മൂന്നോ അതിൽ കൂടുതലൊക്കെ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാം, സെപ്പറേറ്റ് ത്രെഡ്സ്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ റൺ ചെയ്യുന്ന പോലെ, ഒരു പ്രോഗ്രാമിന് വേണ്ടി മൾട്ടിപ്പിൾ പ്രോസസ്സ് റൺ ചെയ്യുന്ന പോലെയാണ്. പ്രോസസ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് കംപ്ലീറ്റ്ലി ഒരു പ്രോസസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രോസസ്സ് പോലെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു മൾട്ടി പ്രോസസ്സുകൾ അല്ലെങ്കിൽ ത്രെഡുകൾ റൺ ചെയ്യുക, അതാണ് മൾട്ടി ത്രെഡിങ്. അപ്പോൾ അതിനുള്ള കുറേ ഫീച്ചേഴ്സ് ജാവക്കകത്തുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, എന്താണ് ത്രെഡ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ലൈഫ് സൈക്കിള്, അതിൽ വരുന്ന മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പ്രോസസ്സും ത്രെഡും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിവിടെ നമുക്ക് പ്രോസസ് ആൻഡ് ത്രെഡ് ആർ ടു ബേസിക് യൂണിറ്റ്സ് ഓഫ് ജാവ പ്രോഗ്രാം എക്സിക്യൂഷൻ. ജാവ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ബേസിക് രണ്ട് യൂണിറ്റാണ് പ്രോസസ് ആൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. രണ്ടും സിമിലർ ആണ്, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സെൽഫ് കണ്ടെയ്ൻഡ് എക്സിക്യൂഷൻ എൻവയറൺമെന്റ്. ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ. ഒരു പ്രോഗ്രാം ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റണ്ണിങ്ങിൽ ഇതിനാണ് പ്രോസസ് എന്ന് പറയുന്നത്. അതൊരു സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. കാരണം പറയാൻ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതിന് വേണ്ട മെമ്മറി സ്പേസ്, അതിൻ്റെ കോഡ്, അത് ഉപയോഗിക്കുന്ന ഡാറ്റ, ഇങ്ങനെയുള്ള എല്ലാം, അതിന് വേണ്ട എല്ലാ റിസോഴ്സസുകളും ഒക്കെ ഇതിനകത്ത്, അതിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു സാധനം പ്രോസസ് എന്ന് പറയുന്നത്. ത്രെഡ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് പ്രോസസ്സാണ്. പ്രോസസ്സ് പോലെ തന്നെയാണ്, അത് നേരത്തെ പറഞ്ഞത്. പ്രോസസ്സ് പോലെ എന്ന് പറയാൻ കാരണം അതാണ്, ഒരു ലൈറ്റ് വെയിറ്റ് പ്രോസസ്സാണ്. അതായത് ഒരു പ്രോസസ്സിൻ്റെ അത്രയ്ക്ക് റിസോഴ്സ് വേണ്ട. ഈ ത്രെഡുകൾ എല്ലാവരും കൂടെ ചിലപ്പോൾ ഒരു സിംഗിൾ റിസോഴ്സ് ആയിരിക്കും അത് ഷെയർ ചെയ്യുന്നത്. ഈ മെമ്മറി, ഇപ്പോൾ 4 ത്രെഡ് ഉണ്ടെങ്കിൽ 4 ത്രെഡ് ഒരു സെയിം മെമ്മറി ആവും ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിൻ സെയിം ഡാറ്റ ആവും ഷെയർ ചെയ്യുന്നത്, സെയിം ഫയലിനെ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പ്രോസസ്സ് പോലെയാണ്, ഇറ്റ്സ് എ ലൈറ്റ് വെയിറ്റ് പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെയാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിനെ ഒരു സിംഗിൾ വയറിൽ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും നമുക്ക് സെപ്പറേറ്റ് വയർ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ അത്ര ഒരുപാട് ടാസ്കുകൾ, ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യാനുണ്ട്. അതെല്ലാം സീക്വൻഷ്യലി, നോർമലി ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ, അതായത് ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കണ്ടിന്യൂസ് ഒരു ഫ്ലോ ആണ് സംഭവിക്കുന്നത്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ആണ്. അപ്പോൾ നമ്മളൊരു ഒരു പ്രോസസ്സ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്രോസസ്സിൻ്റെ പിറകെയുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം എങ്ങനെയാണോ എഴുതിയത് അത് സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ വൺ ബൈ വൺ ആയി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യും, അത് റൺ ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഫംഗ്ഷൻ കൂടെ അത് റൺ ചെയ്യും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോഴും സീക്വൻഷ്യൽ ആയിട്ട് തന്നെയാണ് കോഡ് റൺ ചെയ്യുന്നത്. അതേസമയം നമുക്ക് ഈ 3 ഫംഗ്ഷൻ ഒരേ സമയം വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു, അപ്പോൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ 3 ഡിഫറെൻറ്റ് ടാസ്കുകൾക്ക് 3 വയർ സെപ്പറേറ്റ് കൊടുത്തിട്ട് ഒരേ സമയം വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ പ്രോഗ്രാമിനകത്ത് 3 ഫംഗ്ഷനും ഒരേ സമയം വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഒരു മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ഒരു ഐഡിയ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മൾട്ടി ത്രെഡിങ് ജാവ ഇസ് എ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ പ്രോസസ് സൈമിൾട്ടേനിയസ്ലി. മൾട്ടിപ്പിൾ പ്രോസസ്സുകളെ ഒരേ സമയം തന്നെ റൺ ചെയ്യിക്കുന്നതിനാണ് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യിക്കുന്നതിനാണ് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ, അല്ല രണ്ടോ അതിൽ കൂടുതലോ സബ് പ്രോഗ്രാംസ് ആയിട്ട് തിരിക്കും. അതിന് ഓരോന്നിനും പാരലായിട്ട് റൺ ചെയ്യിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ സബ് പ്രോഗ്രാം ഡിവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ ക്ലാസ്, അങ്ങനെ എനിവേ, പക്ഷെ അതിന് പാരലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ റൺ ചെയ്യിക്കും. ഇപ്പോൾ മൾട്ടി പ്രോസസിങ് മൾട്ടി ത്രെഡിങ് രണ്ടും മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടി പ്രോസസിങ്, ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ മൾട്ടി പ്രോസസിങ്, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരേ സമയം തന്നെ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ലെക്ചർ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം എൻ്റെ PPTൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ
അവിടെ എന്തെങ്കിലും കാര്യം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കും. ഇപ്പോൾ വേറെ സിസ്റ്റത്തിലാണെങ്കിൽ ഒരേ സമയം ഒരാൾക്ക് വേർഡ് എഡിറ്റിംഗ് ചെയ്യാൻ എക്സൽ ചെയ്യുന്നു, അപ്പോൾ തന്നെ മ്യൂസിക് കേൾക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നു, ഇങ്ങനെ ബ്രൗസറിന് അത് ഡൗൺലോഡിങ് നടക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടേഴ്സും, ഇന്നുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും മൾട്ടി പ്രോസസ്സിംഗ് ആണ്. അപ്പൊ അതിനെ ജനറലി പറയുന്നത് മൾട്ടി ടാസ്ക്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മൾട്ടി ടാസ്കിങ്. ഇപ്പൊ മൾട്ടി പ്രോസസ്സിംഗ് ഉപയോഗിച്ച്, മൾട്ടി ത്രെഡിങ് ഉപയോഗിച്ച് മൾട്ടി ടാസ്കിങ് ചെയ്യാം. അത് ഒരേ സമയം പല പല കാര്യം ചെയ്യാം. അപ്പോൾ മൾട്ടി പ്രോസസ്സിംഗ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എല്ലാം മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. ഈ മൾട്ടി ത്രെഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷന്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ ത്രെഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് ഒരേ സമയം മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ, പല പല പ്രോസസ്സർ റൺ ചെയ്യുന്നു. മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിന്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന പ്രോസസ്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് ആണ് ആക്ച്വലി നടക്കുന്നത്. ഒരേ സമയം പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ബേസിക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര മൾട്ടി പ്രോസസ്സിംഗ് ചെയ്താലും മൾട്ടി ത്രെഡിംഗ് ചെയ്താലും CPU-ന്റെ അകത്ത് അറ്റ് എ ടൈം ഒരു പ്രോസസ്സർ റൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജോബേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് തന്നെ മൾട്ടി ടാസ്കിങ് തോന്നിപ്പിക്കുകയാണ്, ഫാസ്റ്റായിട്ട് ഒന്നിന് ശേഷം ഒന്നായി മാറി മാറി ഇന്റർലീവ്ഡ് ഫാഷനിൽ ചെയ്തുകൊണ്ട് തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പഠിക്കുമ്പോൾ അത് അറിയണമെന്നില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതുമായിട്ട് അതിന് ബന്ധമല്ല. കാരണം അതൊക്കെ OS കൈകാര്യം ചെയ്തോളൂ. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മൾട്ടി ത്രെഡിങ് ചെയ്യുമ്പോൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ഈ ത്രെഡ്സ് എല്ലാം ഒരേ സമയം റൺ ചെയ്യുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യമാണ്, പ്രോസറിനകത്ത് ആൻറ്റിവൈറസ് റൺ ചെയ്യുന്നുണ്ട്, ഇമെയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്, മ്യൂസിക് കേൾക്കുന്നുണ്ട്, നെറ്റ് ബ്രൗസ് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാം ചെയ്യുന്നു. ഒക്കെ സെയിം കമ്പ്യൂട്ടറിനകത്താണ് ചെയ്യുന്നത്. ഈ മൾട്ടി ത്രെഡ് അഡ്വാൻറ്റേജസ്: യൂസറിനെ ബ്ലോക്ക് ചെയ്ത്, ഒരു വർക്ക് നടക്കുമ്പോൾ മറ്റൊരു വർക്ക് നടക്കാത്ത രീതി ഒരു ഇത് വരുന്നില്ല. ഒരേ ഓപ്പറേഷൻ ഒരേ സമയത്ത് ചെക്ക് പെർഫോം മെനി ഓപ്പറേഷൻ ടുഗദർ. അപ്പോൾ സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ത്രെഡ്സ് ഇൻഡിപെൻഡന്റ് ആണ്. ത്രെഡ്സ് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും മറ്റൊന്നിനെ ബാധിക്കുന്നില്ല. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യുന്നതാണ്. ചില കേസിലൊക്കെ നമ്മൾ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പോൾ റിസോഴ്സ് ഒക്കെ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടൊക്കെ വരാം, പക്ഷേ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. മൾട്ടി ത്രെഡിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ത്രെഡിനെ നമ്മൾ ജാവയിലെല്ലാം ക്ലാസ്സും ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കുറേ ക്ലാസ്സസ് ഉണ്ട്. ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ ത്രെഡ് ക്ലാസ്സിനകത്ത് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ, നമ്മൾ ജാവയിലെ ക്ലാസ് ഒബ്ജക്റ്റ്, ആ ഒരു അത് വെച്ച് ഒബ്ജക്റ്റ് വെച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അത് അറിയുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ത്രെഡിനകത്ത് അല്ലെങ്കിൽ ഒരു ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ്, അതിനകത്ത് 2 ഇൻബിൽറ്റ് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് റണ്ണ്, മറ്റൊന്ന് സ്റ്റാർട്ട്. അത് ത്രെഡ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന 2 ഫംഗ്ഷൻസ് ആണ്. ഒന്ന് റൺ മെത്തേഡ്, മറ്റൊന്ന് സ്റ്റാർട്ട് മെത്തേഡ്. റൺ മെത്തേഡ് ആണ് എല്ലാ ത്രെഡിനും സോൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡിനകത്തുള്ള കോഡ് റൺ ചെയ്യുന്നത് ഈ റൺ എന്ന് പറഞ്ഞ മെത്തേഡിനകത്തുള്ള കോഡായിരിക്കും. അപ്പോൾ ഒരു ത്രെഡിന്റെ ബോഡി എന്ന് പറയുന്നത് ശരിക്കും റൺ മെത്തേഡ്. ഇറ്റ് മേക്സ് അപ്പ് ദ എൻ്റയർ ബോഡി ഓഫ് ത്രെഡ്. ഒരു ത്രെഡിന്റെ ബോഡി എന്ന് പറയുന്നത് റൺ മെത്തേഡിനകത്തുള്ള കോഡ്. അപ്പോൾ നമുക്കൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ, ആ ത്രെഡ് എന്താ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട വർക്കെല്ലാം ഈ റൺ മെത്തേഡിനകത്ത് എഴുതിയാൽ മതി. അത് ആ റൺ മെത്തേഡിനെ റൺ ചെയ്യിക്കാൻ ഒരു ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ്. ആക്ച്വലി ജാവക്കകത്ത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. 2 ഡിഫറെൻറ്റ് മെത്തേഡ്. 2 ചെയ്താലും സെയിം എഫക്റ്റ് ആണ് കിട്ടുക. 2 മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. ഒരേ ജോബിന് 2 മെത്തേഡ് ചെയ്യാം, സെയിം എഫക്റ്റും ആണ് കിട്ടുന്നത്. പിന്നെ അത് പ്രോഗ്രാമറുടെ ചോയ്സ് പോലെയാണ്. അതൊന്ന് പറഞ്ഞാൽ ബൈ എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ്. ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് java.lang എന്ന പാക്കേജിന്. അത് ത്രെഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്, ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം. മറ്റൊന്ന് ഇംപ്ലിമെന്റിങ് റണ്ണബിൾ ഇന്റർഫേസ്. റണ്ണബിൾ എന്ന് പറയുന്നൊരു ഇന്റർഫേസ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് എന്താണ്, ഇന്റർഫേസ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ക്ലാസ് ആയിരിക്കും. അതിൻ്റെ അകത്ത് അതിന്റെ കൺസ്ട്രക്ടേഴ്സ് ഉണ്ടാവും, അതിന് കുറേ മെത്തേഡ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഹെറിറ്റ് ചെയ്ത് അതെല്ലാം നമുക്ക് കിട്ടും. റണ്ണബിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്. ആ ഇന്റർഫേസിനകത്ത് ഇത്ര മെത്തേഡുകൾ നിങ്ങൾ മസ്റ്റായും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അത് ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. ക്രിയേറ്റിംഗ് എ ത്രെഡ്, എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ്. 2 രീതിയിലും ചെയ്യാം. അപ്പോൾ ത്രെഡ് ക്ലാസ് വെച്ച് ചെയ്യുന്നത് ക്ലാസ് മൾട്ടി എക്സ്റ്റെൻസ് ത്രെഡ്. ഇവിടെ മൾട്ടി എന്ന് പറയുന്നതാണ് എൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ത്രെഡിന്റെ പേര്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ത്രെഡ് ക്ലാസ്സിന്. അപ്പോൾ ത്രെഡ് ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അത് ഒരു ത്രെഡിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടീസും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ്സ്, അതിൻ്റെ ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, കുറേ കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ത്രെഡിന് വേണ്ട എല്ലാ ബിഹേവിയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടുകൂടി, ഇൻഹെറിറ്റ് ചെയ്യുന്നതോടുകൂടി എൻ്റെ
മൾട്ടി എന്ന് പറഞ്ഞ ക്ലാസ് ഇപ്പോൾ ഒരു ത്രെഡ് ക്ലാസ് ആയി മാറി. എൻ്റെ മൾട്ടി എന്ന് പറഞ്ഞ ക്ലാസ്സും ഇപ്പോൾ ത്രെഡായി. ഓക്കെ. അപ്പോൾ എനിക്കൊരു ത്രെഡ് ക്രിയേറ്റ് എന്ത് ചെയ്യണം, ഞാനൊരു ക്ലാസ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്ലാസ്സിനെ നമ്മൾ ത്രെഡാക്കി മാറ്റണം. ത്രെഡാക്കി മാറ്റാൻ എന്ത് ചെയ്യും, ത്രെഡ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ജാവയിൽ എങ്ങനെ ത്രെഡ് ക്രിയേറ്റ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ ഒരു ക്ലാസ് എഴുതുന്നു, ആ ക്ലാസ്സിനെ ത്രെഡാക്കി മാറ്റുന്നു. ത്രെഡാക്കി മാറ്റാൻ എന്ത് ചെയ്യണം, ത്രെഡ് എന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് കൊണ്ട് അതിൻ്റെ ത്രെഡ് ക്ലാസ്സിനകത്ത് പണ്ടൊരു മെത്തേഡാണ് റൺ, അതിന് നമ്മൾ ഓവർ റൈഡ് ചെയ്യണം. ആ റൺ മെത്തേഡിൻ്റെ അകത്താണ് നമ്മൾ നമ്മളെ ത്രെഡിൻ്റെ എല്ലാ കോഡും എഴുതുന്നത്. പിന്നെ നമ്മൾ മെയിൻ മെത്തേഡ് വെച്ച് അതിനെ റൺ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡോട്ട് സ്റ്റാർട്ട് കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല, ഇനിഷ്യലൈസേഷൻ നടക്കുന്നുള്ളൂ. സ്റ്റാർട്ട് കോൾ ചെയ്യുന്നതോടെ ത്രെഡ് റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു ത്രെഡിനെ തുടങ്ങേണ്ടത്, എവിടെയാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ സ്റ്റാർട്ട് കോൾ ചെയ്താൽ മതി. പിന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ, റെസ്യൂം ചെയ്യാൻ, വെയിറ്റ് ചെയ്യിക്കാനൊക്കെ വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഫോം. ഇനി റണ്ണബിൾ ഇന്റർഫേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇതേപോലെ ഒരു ക്ലാസ് എഴുതുക, അത് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഒരൊറ്റ മെത്തേഡ് ഉള്ളൂ, റൺ എന്ന് പറഞ്ഞ മെത്തേഡ് മാത്രമേ ഉള്ളൂ. ബാക്കി മെത്തേഡ്സ് അത് നമ്മൾ ഓവർ റൈഡ് ചെയ്യണം. കാരണം ഇന്റർഫേസ് ആയതുകൊണ്ട് അതിന് ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവില്ല, അതിന് ഓവർ റൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, ക്ലാസ് മൾട്ടി 3 ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. റൺ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ നമ്മുടെ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഡോട്ട് സ്റ്റാർട്ട് കോൾ ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ ആ ഒബ്ജക്റ്റിന് നമ്മൾ ത്രെഡിലേക്ക് പാസ് ചെയ്യണം, എന്നിട്ട് അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതലാണ്. റണ്ണബിൾ വെച്ച് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൂടെ കൂടുതലായിട്ട് വരും, അത്രേ ഉള്ളൂ. ബാക്കി ഇതിന്റെ പെർഫോമൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഇങ്ങനെ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ത്രെഡിനെ കുറിച്ച് പറഞ്ഞത്. ഇനി പറയാനുള്ളത് ത്രെഡിന്റെ ലൈഫ് സൈക്കിളാണ്. ഒരു ത്രെഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസ് പോലെ തന്നെ പറഞ്ഞു. അപ്പോൾ പ്രോസ് ക്രിയേറ്റ് ചെയ്യും, അതിനെ റൺ ചെയ്യും, വേണമെങ്കിൽ ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്യും, വീണ്ടും റെസ്യൂം ചെയ്യും. പിന്നെ ആ ത്രെഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ അത് ടെർമിനേറ്റ് ആയിട്ട് പോകും. അത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ലൈഫ് സൈക്കിളാണ് ഒരു ത്രെഡിന്റെ. അപ്പോൾ ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് പല സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്, അതിൽ പറഞ്ഞ സ്റ്റേറ്റ്സ് ആണ് ഈ 5 സ്റ്റേറ്റ്സ് ആണ്. ഒന്ന് ന്യൂ ബോൺ സ്റ്റേറ്റ്, അത് ത്രെഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. റണ്ണബിൾ സ്റ്റേറ്റ് അതിപ്പോൾ റെഡിയാണ്, റെഡി ടു റൺ ആണ്. ക്രിയേറ്റ് ചെയ്തു, പിന്നെ റെഡി ടു റൺ ആയി. റണ്ണിങ് സ്റ്റേറ്റ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ആണ് റണ്ണിങ് സ്റ്റേറ്റ്. ബ്ലോക്ക് സ്റ്റേറ്റ് പറഞ്ഞാൽ അതിനെ തൽക്കാലം റണ്ണിങ് എന്ന് മാറ്റി, പക്ഷെ അപ്പോൾ ഇത് റൺ ചെയ്യാൻ പറ്റും, അതിന് തീർന്നിട്ടില്ല, അത് അപ്പോൾ റണ്ണബിൾ ആണ്, റൺ ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഡെഡ് സ്റ്റേറ്റ് പറഞ്ഞാൽ പിന്നെ അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല, അത് തീർന്നു, അതോടെ ടെർമിനേറ്റ് ആയി. ഇങ്ങനെ 5 സ്റ്റേറ്റുകളാണ് ഒരു ത്രെഡിനുള്ളത്. അപ്പോൾ അതിനെ ഡയഗ്രായിട്ട് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ന്യൂ ബോൺ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. പിന്നെ അത് തൽക്കാലം ഈൽഡ് ചെയ്യുക, വെയിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ റണ്ണബിൾ സ്റ്റേറ്റിൽ തന്നെ. അപ്പോൾ വീണ്ടും റണ്ണിങ്ങിലേക്ക് വരാം, വീണ്ടും ഈൽഡ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന റണ്ണിങ്ങിനെ ഇതൊരു സർക്കിളായിട്ട് കാണുന്നത്. ഇതിൻ്റെ അകത്ത് റണ്ണബിൾ സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ അതിനെ കില്ല് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പായി, ഡെഡ് ആയിപ്പോയി. അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് അതിനെ സസ്പെൻഡ് ചെയ്യാം തൽക്കാലം, അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യിക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ തൽക്കാലം. അതായത് ബ്ലോക്ക്ഡ് ആകുമ്പോൾ അത് ടെർമിനേറ്റ് ആയിട്ടില്ല, തൽക്കാലം ആയിട്ടാണ്, നോട്ട് റണ്ണബിൾ അല്ല. റണ്ണബിൾ ആണെങ്കിൽ പിന്നെ നമ്മൾ റെസ്യൂം ചെയ്യണം, അതിൽ നോട്ടിഫൈ ചെയ്യുമ്പോൾ റെസ്യൂം റണ്ണബിൾ ആവും, പിന്നെ അതിനെ റണ്ണിങ് ആക്കാം വീണ്ടും. ഓക്കെ. അപ്പോൾ ഈ ബ്ലോക്ക് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കില്ല് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, ഡെഡ് ആക്കാം. ന്യൂ ബോൺ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്കതിനെ ടെർമിനേറ്റ് ചെയ്യിക്കാം, കില്ല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിള്. അപ്പോൾ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ത്രെഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ത്രെഡിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ചോദിച്ചാൽ ഈ ഒരു ഡയഗ്രാം എന്തായാലും വരക്കണം. അപ്പോൾ ഞാൻ ഓരോ സ്റ്റേറ്റ് പറയും. ന്യൂ ബോൺ സ്റ്റേറ്റ് പറഞ്ഞാൽ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തു, ദ ത്രെഡ് ഈസ് ബോൺ ആൻഡ് സെഡ് ടു ബി ന്യൂ ബോൺ സ്റ്റേറ്റ്, അതാണ് ന്യൂ ബോൺ സ്റ്റേറ്റ് പറയുന്നത്. പക്ഷെ അത് റൺ ചെയ്യാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കെഡ്യൂളിങ് അൽഗോരിതംസ് ഉണ്ട് അല്ലേ, റൗണ്ട് റോബിൻ അൽഗോരിതം, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഇങ്ങനെ കുറേ അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ അതിന് സ്കെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ല, അത് ആ ക്യൂവിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിനെ സ്റ്റാർട്ട് മെത്തേഡ് കോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്ത് കളയാം. ഈ രണ്ട് ന്യൂ ബോൺ സ്റ്റേറ്റിന് 2 ഓപ്ഷനുകൾ. നമുക്ക് സ്റ്റാർട്ട് കോൾ ചെയ്താൽ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ അതിന് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് നിൽക്കും, സ്റ്റാർട്ട് കൊടുത്താൽ റെഡിയായി റൺ ചെയ്യാൻ. പിന്നെ അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തിട്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ. അപ്പോൾ സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് റണ്ണബിൾ സ്റ്റേറ്റിലാവുന്നുള്ളൂ, റണ്ണിങ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ന്യൂ ബോൺ സ്റ്റേറ്റിനകത്ത് നിന്ന് 2 സ്റ്റേറ്റിലേക്ക് പോകാം. ഒന്നിനെ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. ഇനി റണ്ണബിൾ സ്റ്റേറ്റ് പറഞ്ഞാൽ റെഡിയാണ്, എക്സിക്യൂഷൻ റെഡിയാണ്, പക്ഷേ പ്രോസറിന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടോ 3 പ്രോസസ്സുകൾ റണ്ണബിൾ. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ എടുത്തിട്ട് റണ്ണിങ് പോകുന്നു, അതിനെ സസ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ബാക്കിലേക്ക് പോകുന്നു, അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ക്യൂവിനകത്ത് ഉണ്ട്.
പ്രോസറിന് അവൈലബിലിറ്റി അല്ലെങ്കിൽ പ്രോസസ്സിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്യൂവിലായിരിക്കും റണ്ണബിൾ സ്റ്റേറ്റിലുള്ള പ്രോസസ്സ് ഉള്ളത് അല്ലെങ്കിൽ ത്രെഡ് ഉള്ളത്. റണ്ണിങ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോസർ അതിന് സമയം കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള. അപ്പോൾ മറ്റ് പ്രോസസ്സുകളൊക്കെ മാറ്റി നിർത്തി ഇതാണ് ഇപ്പോൾ പ്രോസസ്സിനകത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റണ്ണിങ് സ്റ്റേറ്റ്. ബ്ലോക്ക് സ്റ്റേറ്റ് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അത് റണ്ണബിൾ സ്റ്റേറ്റിൽ എൻ്റർ ചെയ്യുന്നതിന് തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് സ്ലീപ്പിംഗ് ആകാം, അത് സ്ലീപ്പ് ചെയ്യിക്കാം, ഒരു പർട്ടിക്കുലർ ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന സ്ലീപ്പ് എന്ന് പറയുന്നത്. വെയിറ്റ് പറഞ്ഞാൽ ഒരു ഇൻഡെഫിനിറ്റ് ടൈമാണ് വെയിറ്റ്. നമ്മൾ പിന്നെ അതിനെ നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമേ അത് പിന്നെ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് വരികയുള്ളൂ. അപ്പം റണ്ണബിൾ അല്ല, പക്ഷെ ഡെഡും അല്ല. ഈ ബ്ലോക്ക് സ്റ്റേറ്റ് പറഞ്ഞാൽ റണ്ണബിൾ സ്റ്റേറ്റും അല്ല, ഡെഡ് സ്റ്റേറ്റും അല്ല. അപ്പോൾ അത് വീണ്ടും റണ്ണ് ചെയ്യാൻ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ സംഭവിക്കുന്നത് പിന്നെ ഈ സ്റ്റേറ്റ് വരുന്നത് വെച്ചാൽ സസ്പെൻഡ് കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലീപ്പ് വരുമ്പോൾ സമയം കൂടെ കൊടുക്കണം. എത്ര സമയം സ്ലീപ്പ് ചെയ്യണമെന്ന് പറയുന്നതാണ് വെയിറ്റ്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് ബ്ലോക്ക് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഡെഡ് സ്റ്റേറ്റ് പറഞ്ഞാൽ എല്ലാ ത്രെഡിൻ ലൈഫ് സൈക്കിളിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഡെഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു ത്രെഡ് റൺ ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകും. അത് നാച്ചുറൽ ഡെത്ത്, സ്വാഭാവികമായിട്ടുള്ള മരണം സംഭവിക്കും. അല്ലെങ്കിൽ നമുക്ക് അതായത് ബ്ലോക്ക് സ്റ്റേറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ വെച്ച് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബ്ലോക്ക് ചെയ്ത് അതിനെ കില്ല് ചെയ്യാൻ പറ്റും, അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകാം. അങ്ങനെയുള്ള പ്രിമച്ചർ ഡെത്ത് എന്ന് പറയും. അതായത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ അതായത് ഇടയിൽ വെച്ചിട്ട് അതിനെ നമ്മൾ കില്ല് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് മെത്തേഡ് ചെയ്യുന്നതോടെ ആ ത്രെഡ് സ്റ്റോപ്പായി, പിന്നെ അതിനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ത്രെഡ് ക്ലാസ്സിലെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ത്രെഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് മെത്തേഡ്സ്. നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞു നേരത്തെ, റൺ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്ലീപ്പറിനോട് ടൈം കൊടുക്കണം, മില്ലി സെക്കൻഡ്സ് ആയിട്ട് കൊടുക്കണം. ഈൽഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം, രണ്ട് ത്രെഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെയും റിസൾട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മറ്റേ റിസൾട്ട് വരുള്ളൂ. ഒന്ന് മറ്റൊന്നിനോട് വെയിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ലൈവ് ആണ്, അത് ഇപ്പോൾ അത് ലൈവ് ആണെന്ന് ചെക്ക് ചെയ്യാം, അത് ഡെഡ് ആണ് ചെക്ക് ചെയ്യാൻ. പിന്നെ അതിൻ്റെ പേര്, ത്രെഡിൻ്റെ പേര് കിട്ടാൻ ഗെറ്റ് നെയിം മെത്തേഡ്. ഇങ്ങനെയൊക്കെയാണ് മെത്തേഡ്സ്. അപ്പോൾ സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്യുന്നത് പിന്നീട് റൺ ചെയ്യാത്ത രീതിയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് മെത്തേഡ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് റണ്ണിങ് സ്റ്റേറ്റിൽ വെച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആയിട്ട് പോകും. അപ്പോൾ ത്രെഡ് ഡോട്ട് സ്റ്റോപ്പ്, ഇങ്ങനെയാണ് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ ടെമ്പറലി സ്റ്റോപ്പ് ചെയ്യുന്നതിന് നമ്മൾ ബ്ലോക്കിംഗ് എന്നാണ് പറയുക. അതിന് സ്ലീപ്പ് ടൈം കൊടുക്കും, അല്ലെങ്കിൽ സസ്പെൻഡ് മെത്തേഡ് കോൾ ചെയ്യും, വെയിറ്റ് ചെയ്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി പറയാനുള്ളത് ത്രെഡ് പ്രയോറിറ്റി. നമുക്ക് കുറേ ത്രെഡുകൾ ഉണ്ടാകും. ഏത് ത്രെഡിനാണ് കൂടുതൽ പ്രയോറിറ്റി വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് സെറ്റ് പ്രയോറിറ്റി എന്ന മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്പറാണ് നമ്മളോട് കൊടുക്കുക, സെറ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഓർഡറിനെ അത് ബാധിക്കും. അപ്പോൾ കൂടുതൽ ഈ പ്രയോറിറ്റി ഉള്ള വർക്കിന് നമുക്ക് എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാം. അപ്പോൾ അത് മിനിമം പ്രയോറിറ്റി, നോർമൽ പ്രയോറിറ്റി, മാക്സിമം, ഇങ്ങനെ ഓരോ ത്രെഡ് ക്ലാസ്സിൻ്റെ അകത്തുള്ള ഇത് സ്റ്റാറ്റിക് ആണ്, പബ്ലിക് സ്റ്റാറ്റിക്കിൻ്റെ, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള വേരിയബിൾസ് ആണിത്. ഇത് കോൺസ്റ്റന്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ അതിന് ഇപ്പോൾ സെറ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിനിമം പ്രയോറിറ്റി കൊടുത്താൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഈ ഒന്നില്ലെങ്കിൽ 1 കൊടുക്കുക, അല്ലെങ്കിൽ മിനിമം പ്രയോറിറ്റി എന്നുള്ള ഈ കോൺസ്റ്റന്റ് വേരിയബിൾ കൊടുക്കാം. ഈ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നതൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. ജാവയിൽ കോൺസ്റ്റന്റ് വേരിയബിൾസൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെയാണ്, 1, 5, 10 ഇങ്ങനെയാണ്. മിനിമം പ്രയോറിറ്റി 1, നോർമൽ 5, മാക്സിമം പ്രയോറിറ്റി 10 ഇങ്ങനെയാണ്. ഇപ്പോൾ പ്രയോറിറ്റി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്കെഡ്യൂളിങ്ങിനെ നമുക്ക് വേണ്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി വേറെ സംഭവമാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയും. ത്രെഡ്സിന് സാധാരണഗതിയിൽ സ്വന്തം ഡാറ്റ ഉണ്ടാകും. പക്ഷേ ചില കേസിൽ ത്രെഡ്സ് എന്ത് ചെയ്യും, സെയിം റിസോഴ്സിനെ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ പല ത്രെഡുകളും സെയിം ഫയലിനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സെയിം മെമ്മറി ഡാറ്റ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവം വരുമ്പോൾ ഒരു ത്രെഡ് ഒരു റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ത്രെഡിന് ആവശ്യം വരുമ്പോൾ അത് കിട്ടാതെയാവും. അല്ലെങ്കിൽ ഒന്ന് ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ റീഡ് ചെയ്യും. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് വേറൊന്ന് റീഡ് ചെയ്താൽ കിട്ടുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സീരിയസ് പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പരസ്പരം ഒരു സിങ്ക്രണൈസേഷൻ വരുത്താൻ വേണ്ടി, പരസ്പരം ഒരു ഒത്തിണക്കം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഫയൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ഫയൽ അതിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ടാവും. ഒരു ത്രെഡിന് റീഡ് ചെയ്യുമ്പോൾ മറ്റൊന്നിന് റൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് അവിടെ ഡിസ്ക്രിപ്പൻസി ഉണ്ടാക്കും. അപ്പോൾ സിങ്ക്രണൈസേഷൻ മെത്തേഡ് ഉണ്ട്. അതിന് വേണ്ടി നമുക്കൊരു മോണിറ്റർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞൊരു
ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ആദ്യം നമുക്ക് സിങ്ക്രണൈസ് ചെയ്യപ്പെടേണ്ട റിസോഴ്സ് ഏത് റിസോഴ്സ് ആണെങ്കിലും ഫയലൊക്കെ ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന റീഡ് ചെയ്യുന്ന മെത്തേഡിനെ നമുക്ക് ഈ സിങ്ക്രണൈസ് ബ്ലോക്കിനകത്ത് ആയി കഴിഞ്ഞാൽ ജാവ ഓട്ടോമാറ്റിക് ഒരു മോണിറ്ററിന് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ഒരു റിസോഴ്സ് ത്രെഡ് അത് ഉപയോഗിച്ചിട്ട് അതിനെ റിലീസ് ചെയ്താൽ മാത്രമേ അടുത്ത ത്രെഡിനെ അത് ഈ സിങ്ക്രണൈസ്ഡ് ബ്ലോക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കുകയുള്ളൂ. അത് വിശദമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് ജാവയിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കാര്യം അറിഞ്ഞിരുന്നാൽ മതി, നമുക്കത് യൂസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ മറ്റൊരു സ്റ്റേറ്റാണ് ഡെഡ് ലോക്ക്. ഇത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ച സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒന്നോ അതിൽ കൂടുതൽ പ്രോസസ്സുകൾ ഒരേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സെയിം റിസോഴ്സിന് വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ കേസാണ് ഡെഡ് ലോക്ക് വരും. അപ്പോൾ ഇവിടെ അതിന്റെ ത്രെഡിന്റെ കേസാണ് വരിക. ത്രെഡും പ്രോസസ് പോലത്തെ നമ്മൾ പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് പ്രോസസ് ആണ്. One or when two or more threads are waiting to gain control on a resource. അതുപോലെ ഇത് ഡെഡ് ലോക്ക് സംഭവിക്കുന്ന കണ്ടീഷൻ പറയുന്നത് ഡെഡ് ലോക്ക് ഡിസ്ക്രൈബ് സിറ്റുവേഷൻ വേർ ടു ഓർ മോർ ത്രെഡ്സ് ആർ ബ്ലോക്ക്ഡ് ഫോർ വെയിറ്റിംഗ് ഫോർ ഈച്ച് അതർ. ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇയാൾക്ക് തുടങ്ങുക, ഇയാൾ കംപ്ലീറ്റ് ചെയ്ത് മറ്റേക്ക് തുടങ്ങുക, ഇങ്ങനെ പരസ്പരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരേ റിസോഴ്സിനോട് വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോഴാണ് ഡെഡ് ലോക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ത്രെഡ് 1 ഒബ്ജക്റ്റ് 2 വേണം. അപ്പോൾ ഒബ്ജക്റ്റ് 2 ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ത്രെഡ് 2 ആണ്. ഈ ത്രെഡ് 2 ഇനി അത് റിലീസ് ചെയ്യണമെങ്കിൽ അതിന് ഒബ്ജക്റ്റ് 1 കിട്ടിയിട്ട് അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷേ അത് ഒബ്ജക്റ്റ് 1 ത്രെഡ് 1ന്റെ കയ്യിൽ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്യുപ്പൈറ്റുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് ജാവയിലുള്ള മെത്തേഡ്. അപ്പോൾ ഡെഡ് ലോക്ക് എന്താണെന്ന് ജസ്റ്റ് പഠിക്കാനുള്ളൂ. ഡെഡ് ലോക്കിന് വേണ്ടി ജാവ കോഡിംഗ് ഒന്നും സെപ്പറേറ്റ് ഇല്ല. അത് ഒഴിവാക്കാനുള്ള മെത്തേഡ് സിങ്ക്രണൈസ്ഡ് എന്ന ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എവിടെയാണോ ഈ ഷെയറിംഗ് ഓഫ് ഡാറ്റ വരുന്നത് ആ ഡാറ്റ ഓപ്പൺ ചെയ്യുന്ന ഫയലാണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യുന്ന ആ ഏരിയയൊക്കെ നമ്മൾ സിങ്ക്രണൈസ്ഡ് ആക്കി മാറ്റും. അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ജാവയിൽ പരിഹരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇതിൻ്റെ പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.